എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ എമ്പുരാൻ ഇന്ന് വിജയകരമായിട്ട് 11ാം ദിവസം പൂർത്തിയാക്കുകയാണ്. ചിത്രത്തിന്റെ രണ്ടാം ഞായറാഴ്ച കൂടിയാണിന്ന്. ചിത്രത്തിന്റെ രണ്ടാം ഞായറാഴ്ചയിലെ ടിക്കറ്റ് ബുക്കിംഗ് എങ്ങനെയാണ് പോകുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 8000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാവരുടെയും കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എമ്പുരാന്റെ 11ാം ദിവസത്തെ എറണാകുളത്തെ ബുക്കിംഗ് സ്റ്റാറ്റസ് ആണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാകും കൊച്ചിയിലെ ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ബുക്ക് മൈ ഷോയിൽ എങ്ങനെയാണ് പോകുന്നതെന്ന്. കൊച്ചി നഗരത്തിൽ മാത്രം ഏകദേശം 24 സെന്ററുകളിലാണ് എമ്പുരാൻ എന്ന സിനിമ പ്രദർശിപ്പിക്കുന്നത്. ഓരോ മണിക്കൂറും ബുക്ക് മൈ ഷോയിലൂടെ 4 മണിക്ക് ശേഷം വിറ്റുപോകുന്നത് 4620 ടിക്കറ്റുകൾക്ക് മുകളിലാണ്. ഇന്ന് കൊച്ചിയിൽ മാത്രം 4 മണിക്ക് ശേഷം 129 ഷോകളാണ് എമ്പുരാൻ എന്ന സിനിമ പ്രദർശിപ്പിക്കാനുള്ളത്. അതിൽ ഇപ്പോൾ തന്നെ ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ 55 ഷോകൾ റെഡ് അലേർട്ട് ആണ്. ഇനി കൊച്ചിയിലെ പ്രധാന തിയേറ്ററുകളിൽ എമ്പുരാൻ കളിക്കുന്ന പ്രധാന തിയേറ്ററുകളിലേക്ക് നോക്കുമ്പോൾ വനിതാ സിനിപ്ലക്സിൽ 5 ഷോയാണ് ഇനി എമ്പുരാൻ കളിക്കാനുള്ളത്. അതിൽ 3 ഷോയും ഇപ്പോൾ തന്നെ റെഡ് അലേർട്ട് ആണ്. ഇനി PVR ലുലു കൊച്ചിയിലേക്ക് വരുമ്പോൾ 13 ഷോകളാണ് എമ്പുരാൻ ഇനി കളിക്കാനുള്ളത്. അതിൽ 9 ഷോയും ഇപ്പോൾ തന്നെ റെഡ് അലേർട്ട് ആണ്. ഇനി പത്മയിലേക്ക് വരുമ്പോൾ 5 ഷോകളിൽ 3 ഷോയും റെഡ് അലേർട്ട് ആണ്. ഒബ്രോ മാളിലേക്ക് വരുമ്പോൾ 6 ഷോയിൽ 3 ഷോയും ഇപ്പോൾ തന്നെ റെഡ് അലേർട്ട് ആണ്. ജി സിനിമാസ് കൊച്ചിയിലേക്ക് വരുമ്പോൾ 6 ഷോയിൽ ഇപ്പോൾ തന്നെ 4 ഷോയും റെഡ് അലേർട്ട് ആണ്. ദർശന പിറവത്തിലേക്ക് വരുമ്പോൾ 4 ഷോകളിൽ 3 ഷോയും ഇപ്പോൾ തന്നെ റെഡ് അലേർട്ട് ആണ്. ആശീർവാദ് സിനിമാസ് പെരുമ്പാവൂരിലേക്ക് പോകുമ്പോൾ 3 ഷോയിൽ 3 ഷോയും ഇപ്പോൾ തന്നെ റെഡ് അലേർട്ട് ആണ്. കേരള ബോക്സ് ഓഫീസിൽ എമ്പുരാന്റെ 11ാം ദിവസം ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 789 ഷോകളാണ്. ഓഡിയൻസ് ആയി 11ാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 78,000-ൽ പരം പ്രേക്ഷകരാണ്. ഓരോ ഷോയുടെയും ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 35% മുകളിലാണ്. ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ പുറത്തുവിടുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ചിത്രത്തിന്റെ 11ാം ദിവസത്തെ ഈ സമയം വരെയുള്ള കേരള ട്രാക്കിംഗ് കളക്ഷൻ എന്ന് പറയുന്നത് 1,26,00,000 മുകളിലാണ്. അതായത് ചിത്രം ഇന്നും കേരള ബോക്സ് ഓഫീസിൽ നിന്നും 3 കോടിക്ക് മുകളിൽ ഒരു കളക്ഷൻ നേടുമെന്ന് ഉറപ്പാണ്. അതോടൊപ്പം എമ്പുരാൻ സിനിമയുടെ ആദ്യ 10 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ആദ്യ ദിവസം 14 കോടി രൂപ നേടിയ ചിത്രം 2ാം ദിവസം 8 കോടിക്ക് മുകളിലും 3ാം ദിവസം 9 കോടിക്ക് മുകളിലും 4ാം ദിവസം 11 കോടിക്ക് മുകളിലും 5ാം ദിവസം 10 കോടിക്ക് മുകളിലും 6ാം ദിവസം 8 കോടി 54 ലക്ഷത്തിന് മുകളിലും 7ാം ദിവസം 5 കോടിക്ക് മുകളിലും 8ാം ദിവസം 3 കോടിക്ക് മുകളിലും 9ാം ദിവസം 2 കോടിക്ക് മുകളിലും 10ാം ദിവസം 2 കോടി 86 ലക്ഷം രൂപയും ചിത്രം സ്വന്തമാക്കി. അങ്ങനെ 10 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം എമ്പുരാൻ സ്വന്തമാക്കിയിരിക്കുന്നത് 75 കോടി 78 ലക്ഷം രൂപയാണ്. അപ്പോൾ എമ്പുരാൻ കളിക്കുന്ന 11ാം ദിവസം നമ്മുടെ നാട്ടിൽ തിരക്കുണ്ടോ ഇല്ലയെന്നോ, നിങ്ങളുടെ നാട്ടിൽ തിരക്കുണ്ടോ ഇല്ലയെന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.